ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കണ്ടൻസ് മിൽക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം കേടുകൂടാണ്ട് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും. ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഷോപ്പിലൊന്നും പോയിട്ട് ആരും കാശൊന്നും കളയണ്ട, വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ ചിലവും വളരെ കുറവാണ്. അപ്പോൾ ഇനി കടയിൽ നിന്നൊക്കെ ഒരുപാട് കാശ് കൊടുത്തിട്ടാണല്ലോ നമ്മളിത് വാങ്ങിക്കാറ്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിലാണ് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സ്കിംഡ് മിൽക്കിൽ പറ്റില്ല. അപ്പം ഞാനിവിടെ മുന്നേ കാച്ചി വെച്ച പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് മേലെ നെയ്യൊക്കെ പൊന്തിയിട്ട് കിടക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര 1/4 മുതൽ 1 കപ്പ് വരെയൊക്കെ ആഡ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് ഓൾറെഡി നല്ല മധുരമുള്ളതാണല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് മധുരം കൂടിയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലൊന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതുണ്ടാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് അടി പിടിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ടെക്സ്ചർ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതൊക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. കൈ വിടാണ്ട് ഇളക്കണം എന്നൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് കൈയൊക്കെ മാറ്റിയെടുക്കാം. കാരണം ഇത് പെട്ടെന്നൊന്നും അടി പിടിക്കില്ല. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് മാറിയൊക്കെ നിൽക്കാം കേട്ടോ. അപ്പം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കാൻ നോക്കുക. പാല് പൊന്തണതൊക്കെ ശ്രദ്ധിക്കുക. പാലിങ്ങനെ പൊന്തി പോകാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാവുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും അടി പിടിക്കില്ല. പക്ഷേ സ്റ്റീലിൻ്റെ പാനിലൊക്കെ വെക്കുമ്പോൾ അടി പിടിക്കാൻ വളരെയേറെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അടി പിടിക്കണം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഇത് അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഫുള്ളായി മാറിപ്പോവും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. പിന്നെ ഞാനിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ചിലരുണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നോർമലായിട്ട് ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. ഒരു ടേസ്റ്റിനും ഒരു കുറവും വരുന്നില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്, നല്ല കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാലിവിടെ ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് വറ്റി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ പിന്നെ അത് ശരിയാവില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും കേട്ടോ. അത് ഇരുന്നിട്ട് ഇനി എങ്ങാനും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 2 ടേബിൾ സ്പൂൺ പാല് ചൂടാക്കിയിട്ട് അതിലൊഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ശരിയാവും കേട്ടോ, അത് കറക്റ്റാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നേരം അതിന് നിന്നാൽ മതി എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഒരിക്കലും ഇത് ഫ്ലോപ്പായി പോവില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ ഇത് മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിൽ പാലിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചെടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ, ബൈ ബൈ.